ഹലോ എവ്രി വൺ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ന്യൂ SCERT സീരീസിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ വരുന്ന അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 ഒരു അധ്യായമാണ് പഠിക്കുന്നത്. അധ്യായം 3-ാമത്തെ അധ്യായമായിട്ടുള്ള നിവർന്നു നിൽക്കാം എന്ന ഈ ഒരു അധ്യായമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു അധ്യായം പഠിക്കുമ്പോൾ തന്നെ ഒരു ജലാശയത്തിൻ്റെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് മത്സ്യങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഈ മത്സ്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് ഇവയെല്ലാം വ്യത്യസ്ത തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഇവയെല്ലാം ഒരുപോലെയല്ല. അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇവയുടെ ആകൃതി വ്യത്യാസമുണ്ട്, വലിപ്പം വ്യത്യാസമുണ്ട്, ഇവയുടെ നിറം വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇവ വിവിധ തരത്തിലാണ് ഉള്ളത്. ഇനി ഇവിടെ മത്സ്യം നിർമ്മിക്കുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ചൊരു മത്സ്യത്തിൻ്റെ രൂപം ഉണ്ടാക്കുകയാണെങ്കിൽ അവ നേരെ നിൽക്കില്ല. എന്നാൽ ആ തുണിക്കഷ്ണത്തിൽ ഒരു ഈർക്കിലി അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ മത്സ്യത്തെ പുനർനിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവയ്ക്ക് നേരെ നിൽക്കാനുള്ള ഒരു കഴിവ് ലഭിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പോലെ തുണിയിൽ നിർമ്മിച്ച മത്സ്യമാണ് എങ്കിൽ അതിൻ്റെ വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മത്സ്യം നേരെ നിൽക്കില്ല. എന്നാൽ തുണിയും ഈർക്കിലും ഉപയോഗിച്ച് നിർമ്മിച്ച മത്സ്യമാണ് എങ്കിൽ വാൽഭാഗത്ത് ജസ്റ്റ് പിടിച്ചാൽ തന്നെ ആ മത്സ്യത്തെ നേരെ നിർത്താനായിട്ട് സാധിക്കും. അത് നേരെ നിൽക്കും. അതായത് കുറച്ചുകൂടെ ഉറപ്പുണ്ടാകുമെന്ന്. അസ്ഥികളുടെ ആവശ്യകതയെപ്പറ്റിയും അസ്ഥികളുടെ പ്രവർത്തനത്തെയും പറ്റി മനസ്സിലാകുന്നതിനായിട്ടാണ് ഈ ഒരു ഈർക്കിൽ എക്സാമ്പിൾ തന്നിട്ടുള്ളത്. എക്സാമ്പിൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ രണ്ട് നിർമ്മാണത്തിലും തുണിക്കഷ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും രണ്ടാമത് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഈർക്കിൽ ഉപയോഗിച്ച്, തുണിയും ഈർക്കിലും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു മത്സ്യം നേരെ നിന്നിട്ടുള്ളത്? അത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈർക്കിൽ ഉപയോഗിച്ചത്? ഒന്ന്, രൂപം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൃത്യമായൊരു ഷേപ്പ് കിട്ടും. അടുത്തത് നിവർന്നു നിൽക്കാൻ, ഒരു അസ്ഥികളൊക്കെ ഉണ്ടെങ്കിൽ നിവർന്നു നിൽക്കും. മാത്രമല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു മത്സ്യത്തെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈർക്കിൽ ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും. അപ്പോൾ ഇതിനെല്ലാമായിട്ടാണ് ഈർക്കിൽ ഉപയോഗിച്ചത്. ഇനി യഥാർത്ഥ മത്സ്യത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ, യഥാർത്ഥ മത്സ്യത്തെക്കുറിച്ച് നമുക്കറിയാം. മത്സ്യത്തിന് മുള്ളുണ്ട്. ഇപ്രകാരം മത്സ്യത്തിൽ മുള്ളുണ്ട്. ആ ഒരു മുള്ള് എന്ന് പറയുന്നത് ഈ മത്സ്യത്തിൻ്റെ ഒരു ആകൃതി നൽകുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ മത്സ്യത്തിന് ഒരു ഈർക്കിൽ പോലെ, നമ്മൾ നേരത്തെ നിർമ്മിച്ച മത്സ്യത്തിലെ ഈർക്കിൽ പോലെയുള്ള ഭാഗമാണ് ഈ മത്സ്യത്തിൻ്റെ മുള്ള് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ചിക്കൻ എല്ലില്ലായിരുന്നെങ്കിൽ അത് മുഴുവൻ കഴിക്കാമായിരുന്നു. അപ്പോൾ മത്സ്യത്തിന് മാത്രമല്ല ഇത്തരം ഭാഗങ്ങളുള്ളത്, മറ്റുള്ളവയ്ക്കുമുണ്ട്. ഏതെല്ലാം ജീവികൾക്കുണ്ട്? ഇവിടെ തന്നിട്ടുള്ളതുപോലെ മറ്റ് ജീവികൾക്കും ഇത്തരത്തിലുള്ള ആ ഒരു ഭാഗം ഉണ്ട്, ഉറപ്പ് നൽകുന്ന ഒരു ഭാഗമുണ്ട്. എന്താണിത്? ഇതാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. അസ്ഥികൂടം ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്ന, ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിരീക്ഷിച്ചാൽ ഇത് ചില ജീവികളുടെ അസ്ഥികൂടങ്ങളാണ്. ഇത് എന്തിൻ്റെയൊക്കെയാണ്? ഇവിടെ ഈ ചിത്രം നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവയുടെ ആകൃതി മനസ്സിലാക്കി നമുക്ക് പറയാൻ സാധിക്കും. വവ്വാലിൻ്റെ അസ്ഥികൂടം, രണ്ടാമത് പശുവിൻ്റെ അസ്ഥികൂടം, മൂന്നാമത് മുതലയുടെ അസ്ഥികൂടം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ അസ്ഥികൂടം എന്നുള്ളത് ഒരു രൂപം, ആകൃതി മൃഗങ്ങൾക്ക് നൽകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ അസ്ഥികൂടം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഭാരമുള്ള സാധനമാണ്. അസ്ഥികൂടത്തിന് ഭാരമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പക്ഷികൾ പറക്കുന്നത്? അവരുടെ ഭാരം ഉപയോഗിച്ച് എങ്ങനെയാണ് പറക്കുന്നത് അല്ലേ? ആ ഒരു സംശയത്തിന് ഉത്തരമാണ് പക്ഷികളുടെ അസ്ഥികൂടം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ നൽകിയിട്ടുള്ളത്. പക്ഷികളുടെ അസ്ഥിയിൽ എന്താണ്? വായു അറകളുണ്ട്. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. അതിനാൽ തന്നെ മറ്റ് ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള അനുകൂലനമാണ് എന്ന് പറയുന്നു. ഇനി ഇവിടെ താഴെ നൽകിയിരിക്കുന്ന ഈ പക്ഷിയെ, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പക്ഷിയാണ്. ഈ പക്ഷിക്ക് പറക്കുന്നതിന് കഴിയില്ല. നമുക്കറിയാവുന്നതാണ്, പെൻഗ്വിൻ പറക്കില്ല.
ഈ പെൻഗ്വിനെ പോലെ തന്നെ പറക്കാത്ത മറ്റ് ചില പക്ഷികൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ്? പെൻഗ്വിനെ പോലെ ഇത്തരത്തിൽ പറക്കാൻ കഴിയാത്ത പക്ഷികളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഒട്ടകപ്പക്ഷി, എമു, കിവി തുടങ്ങിയ പക്ഷികളൊക്കെ. അപ്പോൾ ഇവയ്ക്ക് പറക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം മൃഗങ്ങളുടെ കാര്യം നമ്മളൊന്ന് പറഞ്ഞിവിടെ നിർത്തുകയാണ്. നമ്മളിനി മനുഷ്യരുടെ, നമ്മുടെ ഉള്ളിലെ അസ്ഥിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിലും അസ്ഥികളുണ്ട് ഇല്ലേ? ഇപ്പം കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങി അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിച്ച് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അസ്ഥികളുണ്ട്. എന്നാൽ എല്ലാ അസ്ഥികളും ഒരുപോലെയല്ല, ആണോ? അല്ല, എല്ലാം വ്യത്യസ്തമാണ്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം എന്ന് പറയുന്നത്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഇവിടെ തലയോട് നൽകിയിട്ടുണ്ട്. തലയോട്, ഈ ഒരു ചിത്രം, ഈ ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് പരിചിതമാണ്. ഇതിൽ 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട് എന്ന് പറയുന്നത്. തലയോടാണ് ഇവിടെ തന്നിട്ടുള്ളത്. 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. അതേതാണ്? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. അതിൽ കീഴ്ത്താടിയെല്ല് മാത്രമാണ് നമുക്ക് ചലിപ്പിക്കുന്നതിനായിട്ട് കഴിയുന്നത്. ഇനി ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥിയായിട്ടുള്ള ഈ കീഴ്ത്താടിയെല്ല് മാത്രമാണ് നമുക്ക് ചലിപ്പിക്കുന്നതിനായിട്ട് കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണ്? തലയോട് സംരക്ഷിക്കുന്നത് തലച്ചോറിനെയാണ്. തലച്ചോറിനെ സംരക്ഷിക്കുന്നത് ഏതാണ്? തലയോടാണ്. കൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് തലയോടാണ്. അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതം പോലും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമുക്കറിയാവുന്നതാണ്, അത്രയേറെ ശ്രദ്ധിക്കേണ്ടതാണ് തലയോട്. ആയതിനാൽ തന്നെ എത്ര പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തലയോടും അതിൻ്റെ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത്രയേറെ പ്രാധാന്യം തലയോട് അർഹിക്കുന്നു. ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇവിടെ ഈ പത്രവാർത്ത തന്നിട്ടുള്ളത് നോക്കാം. തിരുവനന്തപുരം: വാഹനം ഓടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും നിർദ്ദേശിച്ചു. അപ്പോൾ ഇവിടെ ഹെൽമറ്റിൻ്റെ ആവശ്യകതയാണ് പറയുന്നത്. ഇപ്പോൾ അതായത് അപകടങ്ങളിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. ഈ ഹെൽമറ്റ് ധരിക്കുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ മരണമോ ഉണ്ടാകുന്നതിനായിട്ടുള്ള സാധ്യതകൾ ഗണ്യമായി കുറയ്ക്കുന്നതിന് ഹെൽമറ്റ് സഹായിക്കുന്നു. അപ്പോൾ ആയതിനാൽ തന്നെ ഹെൽമറ്റ് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ തലയോടിനെ സംരക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെൽമെറ്റിൻ്റെ ആവശ്യകത മനസ്സിലാക്കി. ഇരുചക്രവാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നട്ടെല്ല്. നമുക്കറിയാം അല്ലേ, ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയെയാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. കശേരു, നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട് എന്നുള്ളതിൽ ഇത് PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഈ കശേരുക്കളെല്ലാം തന്നെ അത്രയേറെ ക്രമമായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചിത്രം നോക്കിയത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള സുഷുപ്ന നാഡി കടന്നു പോകുന്നത് ഈ നട്ടെല്ലിലൂടെയാണ്. നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള സുഷുപ്ന നാഡി ഏതിലെയാണ് കടന്നു പോകുന്നത്? നട്ടെല്ലിലൂടെയാണ് കടന്നു പോകുന്നത്.
നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമാണ് സുഷുമ്നാ നാഡി എന്നതുകൊണ്ട് തന്നെ നട്ടെല്ല് സുഷുമ്നാ നാഡിയുടെ ഒരു സംരക്ഷണ കവചമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. ആയതിനാൽ എന്താണ്, നട്ടെല്ലിന് കാര്യമായിട്ടൊരു ക്ഷതമേൽക്കുകയാണ് എങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസമായിരിക്കും. ഓക്കെ, അത്രയേറെ പ്രാധാന്യം നട്ടെല്ലും അർഹിക്കുന്നു. ഇനി വാരിയെല്ല്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളുണ്ട്? 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത് കേട്ടോ. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. നട്ടെല്ലിൻ്റെയും മാറലിൻ്റെയും വാരിയെല്ലിൻ്റെയും ഒക്കെ സ്ഥാനം മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഇവിടെ ചെറിയൊരു ചിത്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഹൃദയം, ശ്വാസകോശം, ചില പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചാണ് ഇരിക്കുന്നത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? നമ്മൾ ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. 22 അസ്ഥികളാണ്. തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും, അത് മറന്നു പോവില്ല. ഓക്കെ, അപ്പോൾ ഏതാണ്? കീഴ്ത്താടി എല്ലാണ്. നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 കശേരുക്കളാണ്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ലാണ്. നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? നട്ടെല്ല് സുഷുമ്നാ നാഡിയെ സംരക്ഷിക്കുന്നു, ശരീരത്തെ നിവർന്നു നിൽക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇതെല്ലാം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അടുത്തത്, ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? വാരിയെല്ലാണ്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? തലച്ചോറ്, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നിവയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവയെല്ലാം നമുക്ക് കിട്ടിയില്ലേ? ഇനി കൈകാലുകളിലെ അസ്ഥിയിലേക്ക്. മനുഷ്യ ശരീരത്തിലെ ഓരോ കൈയിലും എത്ര അസ്ഥികളാണുള്ളത്? മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണ് ഉള്ളത്. ഇതും PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. 2 കാലിൽ നിൽക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവുക? നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്നതിനാൽ നമ്മുടെ കാലുകളിലെ അസ്ഥികൾ നമ്മുടെ കൈകളിലെ അസ്ഥികളെക്കാൾ ശക്തമാണ്. അതിനാലാണ് നമ്മുടെ കാലുകളിലെ അസ്ഥികൾ കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ ബലമുള്ളതാണ്. അപ്പോൾ എത്ര അസ്ഥികൾ നമ്മുടെ കാലിലുണ്ട്? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളാണുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് തുടയെല്ല്. ഫീമർ എന്ന തുടയെല്ലാണ് ഏറ്റവും നീളം കൂടിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്, തുടയെല്ല്. ഇനി ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികൾ ഉണ്ടാകും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 ആയി കുറയുകയാണ് ചെയ്യുന്നത്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ചോദിക്കാൻ ഇനി സാധ്യതയില്ല, പക്ഷെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണമാണ് ഇവിടെ താഴെ ചോദിച്ചിട്ടുള്ളത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നട്ടെല്ല് എത്ര അസ്ഥികളാണ് നട്ടെല്ലിലുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എത്രയാണ്? 33 അസ്ഥികളാണ് ഉള്ളത്. നട്ടെല്ലിൽ 33 അസ്ഥികളാണ് ഉള്ളത്. മാറലിൽ എത്രയാണ്? ഒരസ്ഥിയാണ് ഉള്ളത്. മാറലിൽ ഒരസ്ഥി. 2 കൈകളിലുമായിട്ട് 64 അസ്ഥികളുണ്ട്. 2 കൈകളിലുമായിട്ട് 64 എണ്ണം അസ്ഥികളാണ് ഉള്ളത്. 2 കാലുകളിലോ? 2 കാലുകളിലുമായിട്ട് 62 അസ്ഥികളാണുള്ളത്. ഇനി വാരിയെല്ലിൽ 24 അസ്ഥികളാണുള്ളത്. വാരിയെല്ലിലാകെ അസ്ഥികൾ 24. തലയോട്ടിയിൽ 22 അസ്ഥികളുമാണ് ഉള്ളത്. തലയോട്ടിയിൽ 22 അസ്ഥികളുണ്ട്. ഇപ്പോൾ ആകെ എത്ര അസ്ഥികളായി? ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കിക്കേ, എത്ര കിട്ടുന്നുണ്ട്? എത്രയാണ് നമ്പർ വരുന്നത്?
206 ആണ്. 206 അസ്ഥികളാണ് കിട്ടുന്നത്. മൊത്തം 206 അസ്ഥികൾ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? നട്ടെല്ലിൽ 33, രണ്ട് കൈകളിലുമായിട്ട് 64, 2 കാലുകളിലുമായിട്ട് 62, മാറലിൽ 1, വാരിയലിൽ 24, തലയോട്ടിയിൽ 22, അങ്ങനെ മൊത്തം 206 അസ്ഥികളാണ് ഉള്ളത്. ഈ അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും കൂടി നിർവഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അസ്ഥികളുടെ ധർമ്മങ്ങൾ, വേറെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നു. അസ്ഥികൂടം ശരീരത്തിന് ആകൃതി നൽകുന്നു. ശരീരത്തിന് ബലം നൽകുന്നത് അസ്ഥികളല്ലേ? ശരീരത്തിന് ആകൃതിയും ബലവും നൽകുന്നു. കൂടാതെ അസ്ഥികൾ എന്തിനു സഹായിക്കുന്നു? ചലനത്തിന് സഹായിക്കുന്നു. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അസ്ഥികൾ ചില അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എന്ന്. അപ്പോൾ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നതും അസ്ഥികളാണ്. നിവർന്നു നിൽക്കുന്നതിനായിട്ട് സഹായിക്കുന്നതും അസ്ഥികളല്ലേ? അപ്പോൾ അസ്ഥികൾ നിവർന്നു നിൽക്കുന്നതിനും മനുഷ്യരെ സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അപ്പം തരുണാസ്ഥികൾ നമ്മുടെ ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന അസ്ഥികളാണ്. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലമുണ്ടാവില്ല. ഇവയെ പിടിച്ച് വളയ്ക്കുന്നതിനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ഇവ ഭയങ്കര വഴക്കമുള്ളതാണ്. എല്ലുകളേക്കാൾ മൃദുവായിട്ടുള്ള ഇവ മനുഷ്യ ശരീരത്തിൽ അതുപോലെ തന്നെ മറ്റ് ജന്തു ശരീരങ്ങളിലുമൊക്കെ കാണപ്പെടുന്നുണ്ട്. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇവ കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ജോയിൻസ് അഥവാ അസ്ഥിസന്ധികൾ. നമ്മുടെ കൈകളും കാലുകളും ഒക്കെ അനായാസം മടക്കുന്നതിനും നിവർത്തുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെയാണ് നമ്മുടെ കൈകളിലെ അസ്ഥികൾ വരുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ ഒറ്റ അസ്ഥി ആയിരുന്നെങ്കിലോ നമുക്ക് ഇതുപോലെ അനായാസമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് പറ്റുമോ? ഇല്ല, അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താണ് അസ്ഥിസന്ധി എന്നതിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയുമുണ്ട്, ചലിപ്പിക്കാൻ കഴിയാത്തവയുമുണ്ട്. ഓക്കെ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള പേരുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമത് വിജാഗിരി സന്ധി. ഇപ്പോൾ വിജാഗിരി സന്ധി എന്താന്ന് പഠിക്കുമ്പോൾ നമ്മുടെ കൈയിലെയും കാലിലെയും മുട്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു വശത്തേക്ക് മാത്രമല്ലേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ സാധിക്കുമ്പോൾ ഈ കതക്, ജനല് പോലെയുള്ളവയുടെ വിജാഗിരി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. കതക്, ജനല് എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും കാണപ്പെടുന്ന ഇത്തരം സന്ധികളെ വിജാഗിരി സന്ധികൾ എന്ന് പറയുന്നു. വിജാഗിരി സന്ധികൾ. അപ്പോൾ സന്ധിയുടെ പേരെന്താണ്? വിജാഗിരി സന്ധി. ശരീരം ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് ഇത്തരം സന്ധികൾ? കൈകാൽ മുട്ടുകളിലാണ് കാണപ്പെടുന്നത്. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നു. എന്താണ് ഈ സന്ധിയുടെ പ്രത്യേകത? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വിജാഗിരി സന്ധിയുടെ പ്രത്യേകത. ഇതെവിടെ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. വിജാഗിരി പോലെ പ്രവർത്തിക്കുന്നതിനായിട്ട് ഒരു കുറച്ചുകൂടെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രമേ കൈമുട്ടും കാൽമുട്ടും നമുക്ക് ചലിപ്പിക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് വിജാഗിരി സന്ധി. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. നമ്മുടെ കൈകാൽ മുട്ടുകൾ ചലിപ്പിക്കുന്നത് പോലെയല്ല. നമ്മുടെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ തോളലിലെ സന്ധിയൊക്കെ നമുക്ക് ഫുൾ റൊട്ടേഷൻ കിട്ടില്ലേ, പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന അസ്ഥികളാണ് നമ്മുടെ തോളലിലൊക്കെ ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ? ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, കയ്യിലെ അസ്ഥിയാണിത്, ഇത് തോളിലെ ആണ്. അപ്പോൾ ഈ തോളലിൻ്റെ ഇവിടെയായിട്ട് ഇവിടെ ഒരു ബോൾ പോലത്തെ ഒരു ഭാഗം, ഒരു എല്ലിൻ്റെ ഒരു ഭാഗം ബോൾ പോലെയും മറ്റൊരു ഭാഗം ഇവിടെ ഒരു കുഴി പോലെ, സോക്കറ്റ് പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട്
ഫുൾ റൊട്ടേഷൻ, നമുക്ക് ഫുൾ ഫ്രീഡം കിട്ടുന്ന പോലെ, പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലെയാണ് ഇവ ചലിക്കുന്നത്. അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഇടുപ്പെല്ലിലും. തുടയില് അതുപോലെ ഇടുപ്പെല്ല് ചേരുന്ന ഈ ഒരു ഭാഗത്തെ സന്ധി എന്ന് പറയുന്നതും ഇതുപോലെ ബോൾ ആൻഡ് സോക്കറ്റ് പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം ബോൾ, അതായത് ഉരുണ്ട ആ ഒരു ഭാഗത്തെ ബോൾ ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ, അതായത് സോക്കറ്റിൽ തിരിയുന്ന ഒരു രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സന്ധിയെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത്. നേരത്തെ നമ്മളിവിടെ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവിടങ്ങളിലാണ് ഈ സന്ധി കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് കാണപ്പെടുന്ന ഭാഗം തോളെല്ല്, ഇടുപ്പെല്ല്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇങ്ങനെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ പഠിച്ചു. അത് കുറച്ചുകൂടി മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇവിടെ കണ്ടോ, ഈ ബോൾ ഈ ഒരു സോക്കറ്റിൽ ഫിക്സ് ചെയ്യുന്നു, ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മൂവ്മെന്റ്? കുറച്ചും കൂടി ഫ്രീഡം ഉള്ള ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. പിവറ്റ് സന്ധി. എന്താണ് പിവറ്റ് സന്ധി? കഴുത്തിലെ അസ്ഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കഴുത്തിന്റെ ചലനാത്മകത എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. നമ്മുടെ കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ചലിപ്പിക്കുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ ഇത് എത്രമാത്രം ചലിപ്പിക്കാൻ സാധിക്കും? അപ്പോൾ ഇതാണ് ആ ഒരു അസ്ഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു അസ്ഥി സന്ധിയെയാണ് നമ്മൾ പിവറ്റ് സന്ധി എന്ന് പിവറ്റ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ പിവറ്റ് സന്ധി എവിടെയാണ്? കഴുത്തിലാണ്. ഒരസ്ഥി മറ്റൊന്നിൽ പിന്നോട്ടും മുന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്ന സന്ധിയാണ് പിവറ്റ് സന്ധി. എവിടെയാണ് കാണപ്പെടുന്നത്? കഴുത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള അസ്ഥികൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? വിജാഗിരി സന്ധി എവിടെ കാണപ്പെടുന്നു? കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. എന്തായിരുന്നു പ്രത്യേകത? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കുന്നതിനായിട്ട് കഴിയുന്നു. അടുത്തത് നമ്മൾ പഠിച്ചത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. എവിടെയാണ് കാണപ്പെടുന്നത്? തോളെല്ല്, ഇടുപ്പെല്ലിലാണ് കാണപ്പെടുന്നത്. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതായിരുന്നു പ്രത്യേകത. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണ്? പിവറ്റ് സന്ധി. കഴുത്തിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് പിവറ്റ് സന്ധി. എന്താണ് പ്രത്യേകത? ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു എന്നതാണ് ഈ ഒരു പിവറ്റ് സന്ധിയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്ഥികളെ കുറിച്ച് പഠിച്ചു. ഇനി അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും എന്ത് പേരാണ് പറയുന്നത്? അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചർ. കുറച്ചുകൂടെ കേട്ട് പരിചയമുള്ളത് അതായിരിക്കും അല്ലേ? ഫ്രാക്ചർ എന്ന് പറയുന്നു. എന്താണ്? അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലോ ഒടിവോ സംഭവിക്കുകയാണെങ്കിൽ അതിനെ അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. എങ്ങനെയൊക്കെയാണ്? അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗത്തിനെ ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേതാണ് വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ. എന്താണത്? അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന ഒരു അസ്ഥിഭംഗം സംഭവിക്കുകയാണെങ്കിൽ അതിനെ വിഷമഭംഗം എന്ന് പറയുന്നു. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമെ മുറിവും ഉണ്ടായിരിക്കും. അതാണ് വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ തരമാണ് സങ്കീർണഭംഗം. അതായത് ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗത്തിനെയാണ് സങ്കീർണഭംഗം എന്ന് പറയുന്നത്. ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപമായിട്ട് വിഷമഭംഗം സംഭവിക്കുകയാണ് എങ്കിൽ അതിനെയാണ് സങ്കീർണഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ 3 തരത്തിലാണ് അസ്ഥിഭംഗം സംഭവിക്കുന്നത്. ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്രാക്ചർ ലഘുഭംഗം, കോമ്പൗണ്ട് ഫ്രാക്ചർ വിഷമഭംഗം,
ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇത് അവർ എക്സ്റേ ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഈ എക്സ്റേയിൽ നമുക്ക് ആ ഒരു ഫ്രാക്ചർ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ എക്സ്റേ കൊണ്ടാണ് നമ്മളിത് തിരിച്ചറിഞ്ഞത്. ഇപ്പം എന്താണ് എക്സ്റേ എന്ന് പറയുന്നത്? 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹം കോൺറാഡ് റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോഡ്ജനാണ്. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ എന്ന് പറയുന്നത്. മാംസപേശികളിലൂടെ എക്സ്റേ കടന്നു പോകും, എന്നാൽ എല്ലുകളിലൂടെ എക്സ്റേ കടന്നു പോകില്ല. അപ്പോൾ ഇതാണ് എക്സ്റേ എന്ന് പറയുന്നത്. 1895 കണ്ടെത്തിയിട്ടുള്ളത്. വിൽഹെം കോൺറാഡ് റോഡ്ജൻ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്? പരിക്കേറ്റ ഭാഗത്ത് വേദനയുണ്ടാകും, പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസമുണ്ടാകും, സമാന ഭാഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം കാണുന്നതിനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇനി പ്രഥമ ശുശ്രൂഷ. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയായിരിക്കും നൽകുക? അതുപോലെ പരിക്കേറ്റ ഭാഗത്ത് അനക്കം തട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അനക്കാതെ നിർത്താൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ താഴെ നൽകിയിട്ടുള്ളതുപോലെ പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായിട്ട് ചലിപ്പിക്കാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരിക്കേറ്റ ഭാഗത്ത് സ്പ്ലിൻ്റ് ഉപയോഗിച്ച് കെട്ടാം. അപ്പോൾ സ്പ്ലിൻറ്റിനായിട്ട് മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉറപ്പുള്ള ഒരു താങ്ങുപലക, ഇതുപോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പുള്ള ഒരു താങ്ങുപലക കൊണ്ട് സ്പ്ലിൻ്റ് ഉണ്ടാക്കണം. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ചു നോക്കാൻ പാടില്ല. പ്രധാനപ്പെട്ടത് ഇതാണ്, പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ചു നോക്കരുത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയാലുടൻ, ഇതെല്ലാം പ്രഥമ ശുശ്രൂഷയാണ്, പ്രഥമ ശുശ്രൂഷ നൽകിയാലുടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിൻ്റ് ഇടുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെ നൽകിയിട്ടുള്ള ഈ എക്സ്റേ ഭാഗം നോക്കിയാൽ ഇവിടെ പൊട്ടലുണ്ട്. പൊട്ടിയ ഈ അസ്ഥിഭാഗത്ത് കമ്പിയിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും. ഇപ്പോൾ പൊട്ടലുണ്ട്, എല്ലിന് പൊട്ടലുണ്ട്, കമ്പി ഇടണമെന്ന് ഇവിടെ ഡോക്ടർ പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് പൊട്ടലുള്ള ഭാഗത്ത് ഇങ്ങനെ കമ്പി ഇടുന്നത്? അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച് ലോഹക്കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട്, ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ. അതെന്തിനാണ്? അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനും വേണ്ടി സഹായിക്കുന്നവയാണ് ഈ കമ്പി ഇടുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അസ്ഥികളിലെ കാൽസ്യം കുറയുന്നത് കാരണം, അതുപോലെ ശരീരത്തിൻ്റെ ഭാരം കൂടുകയും ചെയ്യുന്നത് കാരണം കാൽമുട്ടിനൊക്കെ തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല, പ്രായം കൂടുമ്പോഴും കാൽമുട്ടിന് വേദന വരും. അപ്പോൾ ഒരു വൈദ്യ പരിശോധന നടത്തിയ ശേഷം മാത്രം ഇത് ഉറപ്പുവരുത്തുക. ഇങ്ങനെ തീവ്രമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ അല്ലെങ്കിൽ തേയ്മാനം വന്നതോ ആയിട്ടുള്ള കാൽമുട്ടിലെ അസ്ഥികൾ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ അസ്ഥികൾ നീക്കം ചെയ്യുകയും അതിന് പകരമായിട്ട് കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രക്രിയയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഇങ്ങനെ കൃത്രിമ കാൽമുട്ടായിട്ട് സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിലൊക്കെയുള്ള കൃത്രിമ കാൽമുട്ടുകൾ ഇന്ന് മാറ്റിവെക്കാറുണ്ട്. ഇങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ മുട്ടുമാറ്റിവെക്കൽ 20 വർഷം വരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. എന്നാലും ഇത് ശസ്ത്രക്രിയ ആയതിനാൽ തന്നെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ രീതിയിലുള്ള ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം. ഇത് മരുന്നുകൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെയും ഒക്കെ മാറ്റിയെടുക്കാനാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മുട്ടുമാറ്റിവെക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ. അങ്ങനെ അസ്ഥികളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. എന്തെങ്കിലും സംഭവിച്ച അസ്ഥികൾക്കൊരു ഭംഗമുണ്ടായാൽ അവയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് മനസ്സിലായി. നമ്മുടെ ഈ അസ്ഥികളുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഈ അസ്ഥികളുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം, അസ്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷണം, അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമീകൃത ആഹാരത്തിൽ അസ്ഥികൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എല്ല്, പല്ല് തുടങ്ങിയവയ്ക്കുള്ള ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഉൾപ്പെടുത്തുന്ന ആഹാരം ഏതൊക്കെയാണ്?
ഈ കോളത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിൻ ഡി, കാൽഷ്യം എന്നതൊക്കെ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിറ്റാമിൻ ഡി, കാൽഷ്യം എന്നിവയാണ് എല്ല്, പല്ല് മുതലായവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഈ കാൽഷ്യം അതുപോലെ വിറ്റാമിൻ ഡി എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ ഡിക്കായിട്ട് മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം എന്നിവയൊക്കെ കഴിക്കാം. ഇനി കാൽഷ്യത്തിനായിട്ട് മത്സ്യം, മുട്ട, പാൽ, കൂൺ എന്നിവയൊക്കെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാമാണ് വൈറ്റമിൻ ഡിയും അതുപോലെ കാൽഷ്യവും അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ ഇവയും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥികളിലേക്ക്. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. അവയാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യുന്നതിനായിട്ടുള്ള കഴിവുള്ളവയാണ് ഈ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവ. ഇവയുടെ കമ്പനം മൂലമാണ് നമ്മൾ ചെവിയിലേക്ക് ശബ്ദങ്ങൾ കേൾക്കുന്നത്. നമ്മൾ ശബ്ദം കേൾക്കുന്നത് ഈ അസ്ഥികളുടെ കമ്പനം മൂലമാണ്. ഇവ കമ്പനം ചെയ്യുന്ന സമയത്ത് ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ അസ്ഥികൾ കമ്പനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുകയും നമുക്ക് ശബ്ദം കേൾക്കാനായി സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസ് നമുക്കറിയാവുന്നതാണ്. എങ്കിലും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്നത്. സ്റ്റേപ്പിസ്. ഏറ്റവും വലുത് ഏതാണ്? അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. തുടയല്, ഫീമറാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെവിക്കുള്ളിലെ അസ്ഥികൾ: ഇൻകസ്, മാലിയസ്, സ്റ്റേപ്പിസ് എന്നത്. നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഇത് ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ തിരിച്ച് മൃഗങ്ങളിലേക്ക് എത്താണ്. അപ്പം അസ്ഥികൂടം ഇതുവരെ ഉള്ളിലുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അസ്ഥികൂടം പുറത്തുള്ള കുറച്ച് ജീവികളുണ്ട്, അവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? ആന്തര അസ്ഥികൂട ജീവികളെ കുറിച്ചാണ്. അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് കാണുന്ന ജീവികളാണ്. നമ്മളിതാ ഇവിടെ കാണുന്ന കുറച്ച് ജീവികൾ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഏതൊക്കെയാണ്? വണ്ട്, അതുപോലെ ചെമ്മീൻ, പാറ്റ, പഴുതാര, ഞണ്ട്, ഇവയെല്ലാം തന്നെ, ഇപ്പം ഇതുപോലെ ഒച്ചും, ഇവയെല്ലാം തന്നെ ആന്തര അസ്ഥികൂടമുള്ള ജീവികളല്ല, അസ്ഥികൂടം പുറത്താണ്, ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികളാണ് ഇവ. അപ്പോൾ അതുപോലെ ഈ ജീവികളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒച്ചിൻ്റേതുപോലെയുള്ള ഒരു ബാഹ്യാസ്ഥികൂടമാണോ ഇവിടെ തന്നിട്ടുള്ള ഈ പാറ്റ അല്ലെങ്കിൽ ചെമ്മീൻ ഇതിനൊക്കെ ഉള്ളത്? വ്യത്യാസമില്ലേ? ഉണ്ട്. അപ്പോൾ അതിലും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് ബാഹ്യാസ്ഥികൂടം, എന്താണ് ആന്തരാസ്ഥികൂടം, അവയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടാണുള്ളത്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബാഹ്യാസ്ഥികൂടം എന്നുള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നു. പൂച്ച, തവള, എലി, പശു, നമ്മൾ മനുഷ്യന്മാർ തുടങ്ങിയ ജീവികൾക്കൊക്കെ ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇതിനെ ആന്തരിക അസ്ഥികൂടം, ആന്തരാസ്ഥികൂടം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ബാഹ്യാസ്ഥികൂടം കട്ടി കുറഞ്ഞ ആവരണമായിട്ടും കട്ടി കൂടിയ പുറന്തോടായിട്ടും കാണപ്പെടുന്നുണ്ട്. ആന്തരാസ്ഥികൂടം നമ്മളെപ്പോലെ മനുഷ്യർ, പശു, എലി, തവള, പൂച്ച പോലെയുള്ള ജീവികൾക്ക് ആന്തരാസ്ഥികൂടമാണ് ഉള്ളത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും ഉണ്ടാവുമോ? ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും ഉള്ള ജീവികൾക്ക് ഉദാഹരണമാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് മുതല, ആമ, ചീങ്കണ്ണി പോലെയുള്ളവയ്ക്ക് ഇത് കണ്ടോ ബാഹ്യാസ്ഥികൂടം, അതുപോലെ ആന്തരാസ്ഥികൂടവുമുള്ള ജീവികളാണ് ഇവയെല്ലാം. ആമയുടെ പുറന്തോടുണ്ട്, അതുപോലെ തന്നെ ആന്തരാസ്ഥികൂടവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പുറന്തോടും അതുപോലെ തന്നെ ആന്തരാസ്ഥികൂടവും, ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും ഉള്ള ജീവികളാണ് ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയവയൊക്കെ. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ടാബുലർ ഫോമിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അസ്ഥികൂടങ്ങൾ വിവിധ തരത്തിൽ പറഞ്ഞു. ആന്തരാസ്ഥികൂടമുള്ള ജീവികൾ ഏതൊക്കെയാണ്?
മനുഷ്യൻ, പശു, പൂച്ച, എലി, തവള, പക്ഷി, പാമ്പ്, മത്സ്യം ഇവയെല്ലാം എന്താണ്? ആന്തരാസ്ഥികൂടമുള്ളതാണ്. ഇനി ബാഹ്യാസ്ഥികൂടത്തിലേക്ക് വരുമ്പോഴോ ഒച്ച്, വണ്ട്, ചെമ്മീൻ, പാറ്റ, പഴുതാര, ഞണ്ട് ഇവയെല്ലാം എന്താണ്? ബാഹ്യാസ്ഥികൂടമുള്ളവയാണ്. രണ്ടും ചേർന്നവയോ ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവുമുള്ള ജീവികൾ ഏതൊക്കെയാണ്? ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയവയൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും ഉള്ളവയാണ്. ഓക്കെ അല്ലേ? ഇനി അധിക വായനയ്ക്കായിട്ട് ഇവിടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. നട്ടെല്ലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? പ്രാണികളാണ്. ഈ ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാവുന്ന ഒന്നാണ്. അതുകൂടാതെ ഈ ആന്തരിക അസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായിട്ടുള്ള ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പം അതിനുദാഹരണമാണ് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയൊക്കെ ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവയൊക്കെ. അപ്പോൾ ഇതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബാഹ്യാസ്ഥികൂടം ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇനി ബാഹ്യാസ്ഥികൂടങ്ങളുടെ ഒരു വിസ്മയം എങ്ങനെയാണ് വരുന്നത്? ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. കക്ക, ശംഖ്, ചിപ്പി തുടങ്ങിയ ബാഹ്യാസ്ഥികൂടങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കളാണ് ഇതൊക്കെ. അപ്പം ഇത് ജീവഹാനി വന്ന പലതരം ജീവികളുടെ ബാഹ്യാസ്ഥികൂടമാണ്. അതുപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധയോടുകൂടി പഠിക്കുക.